നമസ്കാരം. ഇപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ചെറിയ വർക്ക് കിട്ടുന്നുണ്ട്. മുട്ടത്താണ്. മുട്ടത്ത് ഏവൂർ അമ്പലത്തിലെ ആറാട്ട് മുങ്ങുന്ന ഒരു അമ്പലക്കുളമാണ്. അപ്പോൾ ഇവിടെ ഈ ആറാട്ട് കൊട്ടാരം എന്നാണ് ഈ അമ്പലത്തിന് പേര് തന്നെ. ആറാട്ട് കൊട്ടാരം എന്നാണ്. അപ്പോൾ ആറാട്ട് കൊട്ടാരത്തിലെ അമ്പലത്തിലെ കുളത്തിൻ്റെ വർക്കാണ്. അപ്പം ഞങ്ങളിന്ന് 2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കല്ലൊക്കെ എടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. JCB കൊണ്ടുവന്ന് കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ മറിച്ച് നമ്മുടെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ തന്നെയാണ്. കലേഷ്, മനോജ്, അങ്ങനെ നമ്മുടെ ഒരു ടീം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ക് ബ്രോകളാണ് നിൽക്കുന്നത്. കലേഷ്, മനോജ്. അപ്പോൾ എന്തായാലും ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് തീർക്കണം. അപ്പോൾ ആദ്യത്തെ കോൺക്രീറ്റ് ഒരു ഏകദേശം ഒരു 65 മീറ്ററോളം നീളമുള്ളൊരു കുളമാണ്. കല്ല് കൊണ്ടുവരാനുള്ളൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ കല്ല് വണ്ടി ഇവിടം വരെ വരുള്ളൂ. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് പോകുമ്പോൾ നമ്മുടെ കൈവണ്ടിയെ വലിച്ച് വേണം കൊണ്ടുപോകാൻ. ഇത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്നാണ് അവർ പറഞ്ഞ കാര്യം. ഇവിടെ സപ്താഹമാണ് ഉടനെ തന്നെ. അപ്പോൾ അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളാണ്. കല്ല് ഇതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിങ്ങനെ കിടക്കുന്ന അതിൻ്റെ മുകളിലെ പരിപാടി നാളത്തോട്ട് തുടങ്ങണം. ഇന്നൊരു ദിവസം മാക്സിമം കല്ല് എന്തും വേണ്ടി അടുപ്പിക്കാവോ അത്രയും കല്ല് അവിടെ അടുപ്പിച്ചതിന് ശേഷം മാത്രമേ പണി തുടങ്ങത്തുള്ളൂ. ഇതാണ് ആ കൊട്ടാരം. ഇത് ഏവൂരമ്പലത്തിൻ്റെ മൂലക്ഷേത്രമാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ കൊണ്ട് കല്ലിറക്കിയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇറ്റാച്ചി വിളിച്ചിട്ടുണ്ട്. വിളിച്ച് ഒരു പരമാവധി കല്ല് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പം നാളെ തൊട്ട് 2 സെക്ഷൻ 3 ഇന്ന് പണിത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം. വെള്ളമൊക്കെ കുറേച്ചേ കൂടിടാ. വെയിൽ ഇച്ചിരി കൂടുതലാണ്. എന്നാലും വെയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പം പണി എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് വെയിലൊന്നും നോക്കുന്നില്ല, ചെയ്യുകയാണ് ഞങ്ങൾ മൊത്തം. ഇതാണ് ആറാട്ട് കൊട്ടാരം എന്ന് പറയുന്ന ക്ഷേത്രം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുന്ന് അമ്പ ചെയ്ത സ്ഥലമാണ് ഏവൂർ അമ്പലം എന്നാണ് പറഞ്ഞത്. ഈദൂരം എന്നാണ് അമ്പലത്തിൻ്റെ പേരെന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തരണം. കാര്യം എൻ്റെ ഉപജീവന മാർഗം ഇതാണ്. ഞാൻ ഫേസ്ബുക്കിലൂടെ എല്ലാവരുമായിട്ടും പരിചയപ്പെടുന്നെങ്കിലും എൻ്റെ ജീവിത മാർഗം ഇതാണ്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കിതാണ്. കാര്യം കല്ലെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഒരു 10-20ഓളം സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ മുകളിലാണ്. അവിടുന്ന് നേരെ ചെങ്കുത്തായിട്ട് കുത്തനെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഇപ്പം ഞാൻ ഒരു റാമ്പ് പോലെ അവിടെ കിടന്ന മണ്ണെല്ലാം കൂടെ കുത്തിയിട്ട് റെഡിയാക്കിച്ചാണ് ഈ റാമ്പ്. പക്ഷേ എങ്കിലും എന്നിട്ട് 2 പ്രാവശ്യം ഈ വണ്ടി മറിഞ്ഞ് നമ്മുടെ ദൈവാധീനം കൊണ്ടായിരിക്കും. കാരണം മേത്തൊന്നും വീണില്ല. അതൊരു അങ്ങനെ ചെറിയൊരു പ്രശ്നമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. കാര്യം ഇങ്ങനെ കുത്തനെ കിടക്കുന്നുണ്ട്. നമുക്ക് സ്പോട്ടി സാധനം കിട്ടാത്തൊരു ബുദ്ധിമുട്ട്. കാര്യം ചുറ്റുമതിലുണ്ട്. ഈ ചുറ്റുമതിലുള്ളതുകൊണ്ട് നമുക്ക് കല്ല് നമുക്ക് ഈ കുളത്തിൻ്റെ എല്ലാ സൈഡിലും കൊണ്ടിടാം. അത് തന്നെയല്ല ഇതിൻ്റെ ബാക്ക് സൈഡെന്ന് പറഞ്ഞാൽ ഫുള്ള് കടൽ പോലത്തെ മണ്ണാണ്. ഈ ചുരുമണല്ല ഇടിഞ്ഞ് താഴോട്ട് വീഴും. അതുപോലെ ഒരു ചെറിയ സ്ലോപ്പിനാണ് ഇവരതിൻ്റെ മോൾ ഭാഗം നിർമ്മിച്ചത്. കണ്ടോ, പണ്ട് കാലത്ത് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു അമ്പലമല്ലേ. അപ്പോൾ അതിൽ കല്ലിങ്ങനെ പാകിയേക്കുവാണ്. അപ്പോൾ ആ കല്ല് പാകിയേക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചെറിയ സ്ലോപ്പിലാണ്. മഴ പെയ്താലും എന്ത് വന്നാലും ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകി വരത്തക്ക രീതിയിലാണ്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഈ വർക്ക് ചെയ്ത് തീരുന്നതിനുള്ള വീഡിയോ ചെയ്യും കേട്ടോ. എനിക്കറിയത്തില്ല.
അവിടെ നിന്ന് പണിയണം, അവിടെ നിന്ന് പണിയടാ. പണിയൊക്കെ രണ്ടാമത്തെ ദിവസമായിരുന്നു. ഇന്ന് ഞങ്ങൾ പണി കല്ല് അടുക്കാൻ തുടങ്ങിയിരുന്നു. DRA ഫുള്ള് DRA അടുക്കിയിട്ട് മുകളിൽ ബെൽറ്റ് മാത്രമേ വാർക്കുന്നുള്ളൂ. വെയിലെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന വെയിലാണ്, ഭയങ്കര വെയിൽ. DRA അടുക്കി കൊണ്ടുവരിക. കൂടുതലുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഭാഗമാണ്. അപ്പോൾ ഇവിടുന്ന് ചെയ്ത് കയറിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വലിയ കുറച്ച് അടുപ്പമാണ്, പക്ഷേ ഇവിടെ ഇത്രയും ചെയ്യുന്നത് ഇച്ചിരി റിസ്ക് തന്നെ. എന്തായാലും ഈ ആഴ്ചക്കുള്ളിൽ ചെയ്ത് തീർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആ കൂടെ കുഴഞ്ഞിരിക്കുക. എല്ലാവരും ഇന്ന് ശരിക്കും ടയർഡായിട്ടിരിക്കുക.